പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ശുശ്രൂഷയിൽ കടന്നു വന്ന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രിയവരങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവവാക്യത്തിൽ നീ ഓരോരുത്തരെയും നിലനിർത്തണം. നിന്റെ മക്കളെ മെനഞ്ഞത്, സൃഷ്ടിച്ചത്, ജീവൻ നൽകിയത് നീയാണല്ലോ. നിനക്ക് അവരുടെ ജീവിതത്തെ കുറിച്ച് വലിയ പ്ലാനും പദ്ധതികളുണ്ട്. ദൈവമേ, നിന്റെ മക്കൾ അവരുടെ ജീവിതങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ലോകത്തിൽ അനുകരിപ്പാൻ ഒരു വ്യക്തിയും പൂർണ്ണതയുള്ളവരല്ല. ദൈവമേ, ആ പൂർണ്ണതയുള്ളവൻ ദൈവപുത്രനായ യേശു മാത്രമാണ്. ആ യേശുവിനെ മാത്രം നോക്കി, ആ യേശുവിനെ മാത്രം കണ്ട്, ആ യേശുവിനെ മാത്രം ധ്യാനിച്ച് ജീവിതത്തെ നയിപ്പാൻ നിന്റെ മക്കളെ നീ സഹായിക്കണം. ആ ക്രൂശിലെ സ്നേഹത്തെ ഒരിക്കലും മറന്നു പോകാതെ, ആ ക്രൂശിലെ സ്നേഹത്താൽ വീണ്ടെടുത്ത എൻ്റെ യേശുവിനെ ആ കരങ്ങളെ എപ്പോഴും പിടിച്ചിരിക്കുന്നുവെന്ന ബോധ്യത്തോടുകൂടെ ഈ ലോകത്തിന്റെ പാപത്തിൽ വീണ്ടുപോകാതെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കുന്നത് ജീവിതത്തെ നയിക്കാൻ എന്നെ സഹായിക്കുന്നു. ദൈവമേ, ഈ പ്രിയ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ആരോഗ്യത്തോടും ബലത്തോടും സൗഖ്യത്തോടും കൂടി കാത്തുകൊള്ളണം. പ്രിയ മാതാപിതാക്കളായ അവരുമായി ദൈവമാർഗത്തോടുകൂടെ നിൽക്കാൻ നീ അവരെ ഒരുക്കണം. ദൈവകൃപയിൽ കാക്കണം. ഈ ശുശ്രൂഷയിൽ വ്യാപരിച്ച എല്ലാ ദൈവികൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ സമാധാനത്തോടെ നീ പറഞ്ഞയക്കണം. തുടർന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളെയും നീ വാഴ്ത്തണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തിനായി സമർപ്പിച്ച എല്ലാവരെയും ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ മാതാപിതാക്കളെ അഭ്യർത്ഥിക്കുന്നു. തങ്ങളുടെ സമർപ്പണത്തിൽ നിലനിൽക്കുവാൻ ദൈവകൃപകളെ ആശംസിക്കുന്നു. സമർപ്പിതരുടെ അനുധാന സമ്മേളനം ഉപയോഗിക്കുമ്പോൾ അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അനുഗ്രഹമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ വിഗോറിയസ് മാസ്റ്റേഴ്സ് ആദരവും കൃതജ്ഞതയും അർപ്പിക്കുന്നു. സമർപ്പണ ശുശ്രൂഷയുടെയും അനുധാന സമ്മേളനത്തിന്റെയും ചുമതല വഹിക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് മാത്യുവിനാണ്. പ്രത്യേക ആരാധനകളും രൂപപ്പെടുത്തി ഈ ശുശ്രൂഷയുടെ എല്ലാ ക്രിയകളും ചെയ്തു അച്ഛനുള്ള നന്ദി അറിയിക്കുന്നു. സമർപ്പിക്കപ്പെട്ടവരുടെ പ്രതിനിധികളായി ശുശ്രൂഷയിൽ അസിസ്റ്റ് ചെയ്ത അരുൺ ഭാഗം വായിച്ച ശ്രീ നിങ്ങളെ നന്ദി. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛപ്പ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. സുവിശേഷകർ, സമർപ്പിതരായ അവരുടെ മാതാപിതാക്കൾ എല്ലാവരോടും കൃതജ്ഞത അറിയിക്കുന്നു. 10 മണിക്ക് സന്ദേശങ്ങളുടെ പ്രത്യേക സമ്മേളനം ആരംഭിക്കും. അതിൻ്റെയോടൊപ്പം സന്ദേശ സമാധാന പ്രവർത്തകർ നേതൃത്വം
താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നത്. എല്ലാവർക്കും ഓഡിറ്റോറിയത്തിൽ നിർദ്ദേശം ഉപയോഗിച്ചിട്ടുണ്ട്. അത് പങ്കെടുക്കുവാനായി എല്ലാവരെയും ക്ഷണിക്കുന്നു. ഗുണസമർപ്പിതരായവർ പേര് നൽകിയിട്ടില്ലെങ്കിൽ ആ പേര് ചുമതലക്കാരെ ഏൽപ്പിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ പറഞ്ഞു. എല്ലാവരും പാരിശ്രമം എത്രയും വേഗം നമുക്ക് 10 മണിക്ക് മീറ്റിംഗ് ആരംഭിക്കണം. പള്ളിയിൽ എല്ലാവർക്കും പ്രശ്നമുള്ള എത്രയും വേഗം പാരിശ്രമം പോകണം. ഈ തൂണിന് പുറകിലോട്ടിരുന്നാൽ മതി, മുമ്പോട്ട് കയറിയിരിക്കല്ല. ഈ വെള്ള തൂണിന് എല്ലാവരും എഴുന്നേറ്റേ, ഒന്ന് എഴുന്നേറ്റ്, ഒരല്പം ഒന്ന് എഴുന്നേറ്റ്, എല്ലാം എഴുന്നേറ്റ് നിങ്ങളുടെ ഇട്ട പേപ്പറൊക്കെ എടുത്തുകൊണ്ട് ഈ തൂണിന് പുറകിലോട്ടൊന്ന് നീക്കി. ഈ തൂണിന് ഫസ്റ്റ് തൂണിന് പുറകിലോട്ട് നീക്കി. ഒരല്പം പുറകോട്ട് നീക്കി. നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. ദയവായിട്ട് എല്ലാ കുട്ടികളും ശാന്തരായിട്ട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിൽ, കുട്ടികളുടെ രാവിലത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്ത എത്ര പേരുണ്ട് ഇതിനകത്ത്? നിങ്ങൾ കൈ നിവർത്തിക്ക്. രാവിലത്തെ കുട്ടികളുടെ മീറ്റിങ്ങിൽ, വ്യാഴവും വെള്ളിയും നടന്നതായ മീറ്റിങ്ങിൽ പങ്കെടുത്ത കുട്ടികൾ. ഓക്കെ, കൺസിഡർ. താങ്ക് യു. മക്കളെ 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 ഒരു വാക്ക് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ദൈവമായ കർത്താവ്, ഇന്നത്തെ ദിവസം തന്നതിനായ സ്തോത്രം ചെയ്യുന്ന പാട്ടുകളൊക്കെ ഞങ്ങൾ പഠിക്കാൻ പോകാം. ഞങ്ങളെ യേശുവിൻ്റെ കുഞ്ഞുങ്ങളാക്കി എന്തെങ്കിലും തീരുമാനമാകണമേ. ഞങ്ങളുടെ തിരുമേനിക്കായി നേർ നൽകുന്ന എല്ലാവർക്കുമായിട്ടൊക്കെ സ്തോത്രം. ഞങ്ങളെ ശാന്തരായി അധ്യാത്മ ചൈതന്യത്തോടെ നിലനിർത്തുമാറാകണം. വന്നുകൂടുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സലു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ കൂട്ടുകാരെ, ഈ മീറ്റിംഗിലേക്ക് നിങ്ങളെല്ലാം ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മേവരും ഉൾപ്പെടുന്ന അമൃതമ്മ സൺഡേ സ്കൂൾ സമാജത്തിന്റെ എല്ലാ അഭിവാദനങ്ങളും നിങ്ങളെ അറിയിക്കുന്നതിന് സന്തോഷമാണ്. നിങ്ങൾക്ക് ഇന്ന് സന്തോഷമാണോ? സന്തോഷം ഉള്ള എല്ലാവരും കൈ ഉയർത്തി ഒരു പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്.
ആണ്ട് വളരെ കുറച്ച് ആൺകുട്ടികളുള്ളൂ എന്ന് വളരെ ശക്തമായിട്ടാണ് ആൺകുട്ടിയുടെ ശബ്ദം വന്നത്. ഒരു പ്രാവശ്യം കൂടെ നമ്മൾ പ്രൈസിലോട് പറയുകയാണ്. നന്നായിട്ട് പറയണം, ഉറക്കെ പറയണം. ഞാൻ 1 2 3 പറയുന്നതിനെ പ്രൈസിലോട് പറയണം. റെഡിയാണോ? റെഡി അല്ലത് കേട്ടോ. അവര് റെഡിയല്ല, ഞങ്ങൾ റെഡിയാ അല്ലേ? നിങ്ങൾ പെൺകുട്ടികൾ റെഡിയല്ല എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ആൺകുട്ടികൾ റെഡിയാണോ? പിന്നെ ശരി, അപ്പോൾ ഞാൻ 1 2 3 പറയുന്നത് കൈ ഉയർത്തി എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ് പറയണം. പറയുവോ? റെഡി? 1 2 3 പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ പ്രൈസ് ദി ലോർഡ്. വെരി ഗുഡ്. ദൈവം നമുക്ക് ഇങ്ങനെ അവസരം തന്നു. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം, ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മുടെ മീറ്റിംഗ് നടക്കുകയായിരുന്നു. മീറ്റിംഗ് നടന്നപ്പോൾ പഠിപ്പിച്ചതായ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ പാടുകയാണ്. അതിനുശേഷം പുതിയ പാട്ടുകൾ പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നിങ്ങൾക്ക് സന്തോഷമാണോ? സന്തോഷമാണോ? ശരി. സാർ ഇവരെല്ലാം ഗുഡ് മോർണിംഗ് രാവിലെ പറഞ്ഞായിരുന്നോ? ഇല്ല സാർ, ഗുഡ് മോർണിംഗ് ഒന്നും ഇല്ലേ രാവിലെ? ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് പല ഭാഷയിൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാലോ? ഇതൊക്കെ ഏതൊക്കെ ഭാഷയിൽ ഗുഡ് മോർണിംഗ് പറയാൻ അറിയാം? ഈ ഉള്ള ഭാഷയിൽ തന്നെ പറയാൻ അറിയത്തില്ല, പിന്നെ പല ഭാഷ പറയും. ഞാൻ പറയുന്നത് ഏറ്റു പറയാമോ? ഏറ്റു പറയാമോ? പറയാം. സേ ഹലോ, സേ ഹലോ, സേ ഓല, സേ ഓല. സേ ജാംബോ. നമ്മൾ രണ്ടുപേരും പറയുന്നുള്ളൂ. അല്ല, അത് അവര് തുടക്കം സ്റ്റാർട്ടിങ് ആയണ്ട. നിങ്ങൾ ഈ പെൺകുട്ടികളോട് ഒന്ന് പറയണം. ആൺകുട്ടികൾ പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ? നിങ്ങൾ ഹലോ പറയണം. ഞാൻ സേ ഹലോ എന്ന് പറയുമ്പോൾ ഹലോ പറയണം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. സേ ഹലോ, സേ ഓല, സേ ജാംബോ, സേ ജാംബോ, ബോൺ ദിയ, ബോൺ ദിയ, അലോഹ, അലോഹ, നമസ്തേ, നമസ്തേ, സേ ഷാലോ, സേ ഷാലോ, ഇക്കിനേവാ, ഇക്കിനേവാ. കിട്ടിയാ? നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നത് അല്ലെങ്കിൽ നമസ്തേ പറയുന്നതിന്റെ പല ഭാഷയിലുള്ള നമസ്തയാണ്. അത് ഏത് ഭാഷയാന്ന് മാത്രം ചോദിക്കല്ല. ഒന്നിച്ച് പറയാം. സേ ഹലോ, സേ ഹലോ, സേ ഓല, സേ ഓല, സേ ജാംബോ, സേ ജാംബോ, ബോൺ ദിയ, ബോൺ ദിയ, അലോഹ, അലോഹ, നമസ്തേ, നമസ്തേ, സേ ഷാലോ, സേ ഷാലോ, ഇക്കിനേവാ, ഇക്കിനേവാ. We have come in the name of Lord, share with you His holy word. അത്രയും പറയാൻ അറിയത്തില്ലെങ്കിൽ മിണ്ടാതോട്ടിരുന്നു. സാറേ, പാട്ട് ഏതാ? ട്രാക്കിൽ ഇറങ്ങി. ആർക്ക് ട്രാക്ക് ഉണ്ട്? നിങ്ങൾക്കെല്ലാം ട്രാക്ക് ഉണ്ടോ? ഓടുന്നേര് ഉണ്ടോ? ശരി, അതെങ്കിൽ ആക്ഷൻ അറിയാവോ? എത്ര പേർക്ക് ആക്ഷൻ അറിയാം? കൈവക്കി. ആക്ഷൻ അറിയാവുന്ന ഗേൾസിന്റെ ഗ്രൂപ്പിൽ നിന്ന് 2 പേരും ബോയ്സിന്റെ ഗ്രൂപ്പിൽ നിന്ന് 2 പേരും മുമ്പോട്ട് വരാമോ? സമ്മാനം തരും. ബോയ്സ് 2 പേര്, ഗേൾസ് 2 പേര്. ധൈര്യമുള്ള പെട്ടെന്ന് വാ, സമയം പോന്നു. നമുക്ക് പെട്ടെന്ന് പാടി പെട്ടെന്ന് അവസാനിപ്പിച്ച് പുതിയ ആക്ഷൻ കാണിക്കണം, പുതിയ സ്കിറ്റ് കാണിക്കണം. റെഡി അല്ലേ? യെസ്, വെരി ഗുഡ്. ആരുമില്ലേ? നല്ല ധൈര്യമുള്ള പിള്ളേരാ. 10 9 8 7 ബോയ്സിന് ഗേൾസ് ഓർ ബോയ്സ് 50 points ഉണ്ട്. 50 points. 6 5 4 3 2 1 and 0. കുന്നുകുളത്തുകാരെല്ലാം കോട്ടയം. നല്ല കുട്ടികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. റെഡിയാണോ? റെഡിയാണോ? ഒരു പ്രാവശ്യം നമ്മൾ പാടാം, അതിനുശേഷം ഞങ്ങൾ ആക്ഷൻ കാണിക്കാം. അതിനുശേഷം നിങ്ങൾ മുമ്പോട്ട് വരണം. വരുമല്ലോ? റെഡി? എല്ലാവരും അറിയാവുന്നവരെല്ലാവരും ചേർന്ന് പാടണം. ഓക്കെ? ചാക്കിലിറങ്ങി ഓടിടാം, ലക്ഷ്യം നേടിടാം, ശരിയായ ചുവടുകൾ വെച്ചിടാം, വിജയം നേടിടാം. ചാക്കിലിറങ്ങി ഓടിടാം, ലക്ഷ്യം നേടിടാം, ശരിയായ ചുവടുകൾ വെച്ചിടാം, വിജയം നേടിടാം. അപ്പ് അപ്പ് ഓടിടാം, അപ്പ് അപ്പ് നേടിടാം, അപ്പ് അപ്പ് ഓടിടാം, വിജയം നേടിടാം. അപ്പ് അപ്പ് ഓടിടാം, അപ്പ് അപ്പ് നേടിടാം, അപ്പ് അപ്പ് ഓടിടാം, വിജയം നേടിടാം. ദൈവം നമ്മുടെ കോച്ച്, ട്രെയിനിങ് ശരിയായി നേടാം, വചനം നമ്മുടെ പുട്ട്, ശക്തി നേടിടാം. ദൈവം നമ്മുടെ കോച്ച്, ട്രെയിനിങ് ശരിയായി നേടാം, വചനം നമ്മുടെ പുട്ട്, ശക്തി നേടിടാം.
ഓടിടാം നേടിടാം ഓടിടാം വിജയം നേടിടാം ഓടിടാം നേടിടാം ഓടിടാം വിജയം നേടിടാം. ആക്ഷൻ കട്ട് അല്ല ആക്ഷൻ ചെയ്യാം. ഓൾ സ്റ്റാൻഡ് ആക്ഷൻ അറിയാം ഇതിന്റെ എത്ര പേർക്ക് അറിയാം? അതാ പറഞ്ഞ അറിയാവുന്ന ആരെങ്കിലും ഞങ്ങളുടെ കൂടെ വരാനായിട്ട്. ആരും വന്നില്ലല്ലോ ഇതുവരെ. സാറേ ഒരു പ്രാവശ്യം നമ്മൾ ആക്ഷൻ കാണിക്കുക, അതിനുശേഷം ആൺകുട്ടികൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആൺകുട്ടികൾ വരുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല, വരത്തില്ലെന്നായിരിക്കും എന്റെ പറയുന്നതിന് കൂടുതൽ തന്നെ ആക്ഷൻ കാണിച്ചാലോ? ട്രാക്കിലിറങ്ങി ഓടിടാം ലക്ഷ്യം നേടിടാം ശരിയായ ചുവടുകൾ വെച്ചിടാം വിജയം നേടിടാം. കിട്ടിയോ? അപ്പ് ഓടിടാം നേടിടാം ഓടിടാം വിജയം നേടിടാം. ദൈവം നമ്മുടെ കോച്ച്. ട്രെയിനിങ് ശരിയായി നേടാം വചനം നമ്മുടെ ഫുഡ് ശക്തി നേടിടാം. ദൈവം നമ്മുടെ കോച്ച്, ട്രെയിനിങ് ശരിയായി നേടാം വചനം നമ്മുടെ ഫുഡ് ശക്തി നേടിടാം. ഓടിടാം നേടിടാം ഓടിടാം വിജയം നേടിടാം. So are you ready? Yes. Clap your hands, everybody. ട്രാക്കിലിറങ്ങി ഓടിടാം ലക്ഷ്യം നേടിടാം ശരിയായ ചുവടുകൾ വെച്ചിടാം വിജയം നേടിടാം. ട്രാക്കിലിറങ്ങി ഓടിടാം വിജയം നേടിടാം ശരിയായ ചുവടുകൾ വെച്ചിടാം വിജയം നേടിടാം. ഓടിടാം നേടിടാം ഓടിടാം വിജയം നേടിടാം. ഓടിടാം നേടിടാം ഓടിടാം വിജയം നേടിടാം. ദൈവം നമ്മുടെ കോച്ച്, ട്രെയിനിങ് ശരിയായി നേടാം വചനം നമ്മുടെ ഫുഡ് ശരി നേടിടാം. ദൈവം നമ്മുടെ കോച്ച്, ട്രെയിനിങ് ശരിയായി നേടാം വചനം നമ്മുടെ ഫുഡ് ശക്തി നേടിടാം. ഓടിടാം നേടിടാം ഓടിടാം വിജയം നേടിടാം. ഓടിടാം നേടിടാം ഓടിടാം വിജയം നേടിടാം. അപ്പ വെച്ചോ തളർന്നൊരു അപ്പാപ്പായി പോയി. ഓക്കെ, ഓൾ സിറ്റ് ഡൗൺ. അപ്പം സാറേ നമുക്കിനി അടുത്ത പരിപാടി പുതിയ പാട്ട് പഠിപ്പിച്ചാലോ? പുതിയ പാട്ടായാലും ഇവർക്ക് ഹലോ ശരി, പുതിയ പാട്ടുകൾ പഠിക്കാം. പുതിയ പാട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാനായിട്ട് സാധിക്കും. ഒരു മലയാളം പാട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് ഒരുങ്ങുന്നത്. നമ്മൾ മലയാളികളാണ് അല്ലേ? എല്ലാവരും ബാലിക ബാലന്മാരെ എല്ലാവരും യേശു വരിക. യേശുവിലേക്ക് എന്തിനാണ് വരുന്നത്? യേശുവിനെ കാണാൻ, യേശുവിനെ സ്നേഹിക്കാൻ, യേശുവിനോടൊപ്പം ആയിരിക്കാൻ. യേശുവിനോടൊപ്പം ആയിരിക്കുന്നവർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ദൈവവചനം പഠിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങനെ നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായിത്തീരും. അങ്ങനെ അർത്ഥമുള്ളതായ ഒരു പാട്ടാണ് നമ്മൾ പാടുവാൻ പോകുന്നത്. ബാലന്മാരെ എല്ലാരും വന്നിടുവിൻ യേശുവിൻ കൊടുക്കീഴിൽ ഒന്നായി അണിനിരക്കാം. യേശുവിൻ കൊടുക്കീഴിൽ ഒന്നായി അണിനിരക്കാം. വചനങ്ങൾ പഠിച്ചിടാം, ഗാനങ്ങൾ പാടിടാം. വചനങ്ങൾ പഠിച്ചിടാം, ഗാനങ്ങൾ പാടിടാം. കർത്താവിൽ വസിച്ചിടാം, നൽഫലങ്ങൾ നൽകിടാം. കർത്താവിൽ വസിച്ചിടാം,
നൽഫലങ്ങൾ നൽകിടാ. ബാലിക ബാലന്മാരെ എല്ലാരും വന്നിടുവിൻ, യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായി അണിനിരക്കാം. യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായി അണിനിരക്കാം. പഠിച്ചോ? പാട്ട് പഠിച്ചോ? ഇല്ല, ഞാൻ ഓരോ ലൈൻ വെച്ച് പാടിത്തരാം, നിങ്ങൾ പെട്ടെന്ന് പഠിച്ചോളാം. റെഡി? ആരോ റെഡി? റെഡിയാണോ? ആരോ റെഡി തട്ടെ. ആരോ റെഡി എന്ന് ചോദിക്കുമ്പോ യെസ് ഐ ആം റെഡി എന്ന് പറയണം. ആരോ റെഡി? യെസ് ഐ ആം റെഡി. ഒരു പ്രാവശ്യം ആരോ റെഡി ബോയ്സ്? യെസ്. പക്ഷെ ഗേൾസ് ആണ് ആൻസർ ചെയ്തത്. സാറേ എല്ലാരും അങ്ങ് ഉറങ്ങി ഇരിക്കുക, ആർക്കും ഒരു ബലമില്ല. ഒന്ന് നേരെ ഇരുന്നേ ഒന്ന്. ആ മസിലൊക്കെ ഒന്ന് പിടിച്ചേ. ആ നോക്കിയേ, ഉണ്ടോന്ന് സാധനമൊക്കെ മസിലൊക്കെ നോക്കിയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടല്ലോ അല്ലേ? ശക്തിയുള്ളവരല്ലേ? ആ ശരി, അപ്പം എങ്ങനെയാന്ന് പാടിക്കേ. പാടത്തില്ല, ഓരോ ലൈൻ പാടത്തില്ല, പാടാമല്ലോ. ബാലിക ബാലന്മാരെ പഠിക്കും. ബാലിക ബാലന്മാരെ എല്ലാരും വന്നിടുവിൻ, എല്ലാരും വന്നിടുവിൻ, യേശുവിൻ കൊടിക്കീഴിൽ, യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായി അണിനിരക്കാം. യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായി അണിനിരക്കാം. റെഡി? ആ 4 ലൈൻസ് നമുക്ക് ഒന്നിച്ച് പാടാം. 2, 3 സ്റ്റാർട്ട്. ബാലിക ബാലന്മാരെ എല്ലാരും വന്നിടുവിൻ, യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായി അണിനിരക്കാം. യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായി അണിനിരക്കാം. അടുത്ത ഭാഗം. വചനങ്ങൾ പഠിക്കാം, വചനങ്ങൾ പഠിച്ചിടാം, ഗാനങ്ങൾ പാടിടാം. പഠിക്കാം. ഗാനങ്ങൾ പാടിടാം, കർത്താവിൽ വസിച്ചിടാം. പഠിക്കാം. കർത്താവിൽ വസിച്ചിടാം, സൽഫലങ്ങൾ നൽകിടാം, സൽഫലങ്ങൾ നൽകിടാം. കർത്താവിൽ വസിച്ചിടാം, നൽഫലങ്ങൾ നൽകിടാം. റെഡി? നിങ്ങളിപ്പോ പാടിയായിരുന്നു, ഇച്ചിരൂടെ ശബ്ദത്തിൽ ഉറച്ചത്തി പാടിയാൽ മതി. നന്നായിട്ട് പാടണം, ഇവിടെ മത്സരമില്ല. നന്നായിട്ട് പാടുക. ദൈവത്തിന് വേണ്ടി നമ്മൾ പാടുന്നില്ലേ? ദൈവത്തിന് വേണ്ടി പാടുമ്പോൾ അനേകര് ദൈവത്തിലേക്ക് തിരിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ശബ്ദം കേട്ട്. അതുകൊണ്ട് ഈ ശബ്ദം, ഈ ഓലകളൊക്കെ ഉയർത്തി മാറ്റുന്നതൊക്കെ ആയിരിക്കണം. നല്ല ശബ്ദത്തിൽ യേശുവിന് വേണ്ടി പാടും. ഇപ്പോൾ നമുക്ക് വേണ്ടിയാണ് നമ്മൾ പാടിയത്, എന്നാൽ നമ്മുടെ യേശുവിന് വേണ്ടി നമ്മൾ പാടാൻ പോവാം. അത്യുച്ചത്തിൽ പാടും. നന്നായിട്ട് പാടുവോ? വെരി ഗുഡ്. ഉറക്കെ പാടണം. ബാലിക ബാലന്മാരെ എല്ലാരും വന്നിടുവിൻ, യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായി അണിനിരക്കാം. യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായി അണിനിരക്കാം. വചനങ്ങൾ പഠിച്ചിടാം, ഗാനങ്ങൾ പാടിടാം, വചനങ്ങൾ പഠിച്ചിടാം, ഗാനങ്ങൾ പാടിടാം, കർത്താവിൽ വസിച്ചിടാം, നൽഫലങ്ങൾ നൽകിടാം, കർത്താവിൽ വസിച്ചിടാം, നൽഫലങ്ങൾ നൽകിടാം. ബാലിക ബാലന്മാരെ എല്ലാരും വന്നിടുവിൻ, യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായി അണിനിരക്കാം. യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായി അണിനിരക്കാം. വെരി ഗുഡ്. എല്ലാവരും ചേർന്ന് ഒരു ബൈബിൾ പാപ്പ് ഒക്കെ ചെയ്തേ. BIBLE. ഒന്ന് പറഞ്ഞോട്ട് ശരി.
സാർ എപ്പോഴാണേലും ഞങ്ങൾ ഗ്യാസ് ഉണ്ടല്ലോ ഭയങ്കര നന്നായിട്ടല്ലേ അപ്പൊ ഞാൻ ഭയങ്കര മസിൽ പിടിച്ചാ അത് കൈടിക്കത്തുള്ളൂ. നിങ്ങൾക്കൊരു റെയിൻ ക്ലാപ്പ് പഠിക്കാമോ? അറിയത്തില്ലേ? ഒരു ചറവറ ക്ലാപ്പ് പഠിച്ചാൽ മതി. നമ്മൾ പഠിച്ച ചറവറ ക്ലാപ്പ്. വോയിസ് ഭയങ്കര സൗണ്ട്. ഗ്യാസ് അടിക്കുന്നുണ്ട്. ഈ റെയിൻ ക്ലാപ്പ് അറിയാമോ? അങ്ങനെ അതിങ്ങനെയാണ്. ആദ്യം നിങ്ങൾ ഇങ്ങനെ അടിക്കുകയല്ല, ഇങ്ങനെ ചെയ്ത് അടിക്കും. കുറെ നേരം അടിക്കണം. അത് പറ്റത്തില്ല, ഞങ്ങൾ ഇരിക്കുക. എഴുന്നേറ്റിട്ട് ഒരു കാര്യം ചെയ്യ്, അത് സാറ് ചെയ്യും. എഴുന്നേറ്റിങ്ങനെ അടിച്ചിട്ട് അവസാനം ഇടി വെട്ടും. ഇടി വെട്ടുന്നത്. ഓക്കെ, സ്റ്റാൻഡ് അപ്പ് എല്ലാവരും ഒന്നിച്ചേ. തുലാവർഷം പെയ്യാൻ പോവുകയാണ്. ഇടി വെട്ടും കേട്ടോ. അമ്മച്ചോരെ പേടിയുണ്ടെങ്കിൽ ചെയ് പൊത്തി പിടിച്ചോ കേട്ടോ, ഭയങ്കര സൗണ്ട് ആയിരിക്കും. ഓക്കെ, റെഡി? ആരംഭിക്കാം. Are you ready, girls? Boys, are you ready? കേട്ടു പടി. ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ കൂടില്ലോ ചിലപ്പോ. റെഡി? 1 റെയിൻ ക്ലൗഡ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. നീ എന്ത് പറഞ്ഞു? സുനാമി. സൂപ്പർ, കൊള്ളാം. എല്ലാരും ഇളകി കഴിച്ചു നോക്കുന്ന ഇളകി. ആക്ഷൻ ഒരു പ്രാവശ്യം ഞങ്ങൾ ആക്ഷൻ കാണിക്കാം, അതിനുശേഷം നമുക്ക് ഒന്നിച്ച് കാണിക്കാം. മനോരലയം കാണിച്ചു സാറേ. ഒരു പ്രാവശ്യം കാണിച്ചു തരും. എല്ലാരും വന്നിടുവിൻ യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായണി നിരക്കാം. യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായണി നിരക്കാം. വചനങ്ങൾ പഠിച്ചിടാ, ഗാനങ്ങൾ പാടിടാ. വചനങ്ങൾ പഠിച്ചിടാ, ഗാനങ്ങൾ പാടിടാ. കർത്താവിൽ വസിച്ചിടാ, സൽഫലങ്ങൾ നൽകിടാ. കർത്താവിൽ വസിച്ചിടാ, സൽഫലങ്ങൾ നൽകിടാ. ബാലിക ബാലന്മാരെ എല്ലാരും വന്നിടുവിൻ യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായണി നിരക്കാം. യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായണി നിരക്കാം. ഞങ്ങൾ പഠിച്ചിരാം. കൈകൂപ്പി കാണിക്കണം. എഴുന്നേക്കാം. ഓൾ സ്റ്റാൻഡ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഒന്നിച്ച് ആക്ഷൻ കാണിക്കാം. ആരംഭിക്കാം സാറേ. ക്ലാപ്പ് ചെയ്യാമോ? ബാലന്മാരെ എല്ലാരും വന്നിടുവിൻ യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായി അണിനിരക്കാം. യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായി അണിനിരക്കാം. വചനങ്ങൾ പഠിച്ചിടാ, ഗാനങ്ങൾ പാടിടാ. വചനങ്ങൾ പഠിച്ചിടാ, ഗാനങ്ങൾ പാടിടാ. കർത്താവിൽ വസിച്ചിടാ, നൽഫലങ്ങൾ നൽകിടാ.
കർത്താവിൽ വസിച്ചിടാം നൽബലങ്ങൾ നൽകിടാം ബാലിക ബാലന്മാരെ എല്ലാരും വന്നിടുവിൻ യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായി അണിനിരക്കാം യേശുവിൻ കൊടിക്കീഴിൽ ഒന്നായി അണിനിരക്കാം. വരൂ. Sit down, sit down. ഒരു പാട്ടോടെ നമ്മൾ പഠിക്കാൻ പോവാണ്, ഒരു ഹിന്ദി പാട്ട്. ഏതാ പാട്ട്? ഏതാണ്? ഹിന്ദി പാട്ട്. ഹിന്ദി പാട്ട് പഠിക്കാൻ പോകണം. ഇഷ്ടമാണോ? ഹിന്ദി പാട്ട് പഠിക്കുന്നത് ഇഷ്ടമാണോ? ഹിന്ദി. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഈ പാട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് ലൈൻ തുടങ്ങുന്നത് ചോട്ടി ചോട്ടി. എന്താണ് ചോട്ടി ചോട്ടി? എന്താ അതിന്റെ അർത്ഥം? എന്താ ചോട്ടി ചോട്ടി എന്ന് പറഞ്ഞാൽ? വലുത് വലുത്. ആരാണ് അങ്ങനെ പറഞ്ഞത്? ചോട്ടി ചോട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെറുത് ചെറുത്. ചോട്ടി ചോട്ടി ബാത്റൂമേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാട്ട്? ഇല്ല. ഓക്കെ, തന്നെ ഈ സ്ക്രീനിൽ നിന്ന് ഈ പാട്ടിന്റെ ലൈൻസ് അതിൽ കാണാം. നമ്മൾ ഒരുമിച്ച് പാടാൻ പോകാം. നിങ്ങൾ ഫ്രണ്ട്സിനെ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഹായ് ഫ്രണ്ട്. ഹായ് ഫ്രണ്ട്. ഹായ് ഫ്രണ്ട്. ഹായ് ഫ്രണ്ട്. അടുത്തിരിക്കുന്നവർ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ. ഹായ് ഫ്രണ്ട്. അടുത്തിരിക്കുന്നവർക്ക് ഹായ് ഫ്രണ്ട്. ഹായ് ഫ്രണ്ട്. ഹലോ ഫ്രണ്ട്. ഹലോ ഫ്രണ്ട്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ്. ഗോഡ് ബ്ലെസ് യു എന്ന് പറയുമ്പോൾ എങ്ങനെ? ഗോഡ് ബ്ലെസ് വെച്ച് താങ്ങരുത്, പതുക്കെ സോഫ്റ്റ് ആയിട്ട്. ഒരു പ്രാവശ്യം കൂടെ സാറേ. ഒരു പ്രാവശ്യം കൂടെ. ഹായ് ഫ്രണ്ട്. ഹായ് ഫ്രണ്ട്. എല്ലാവരും ഹായ് ഫ്രണ്ട് കാണാണ്ട് ഫ്രണ്ട് മുഖത്ത് നോക്കിക്കൊണ്ട് പറയണം. ഇരിക്കുന്ന ആൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്. അടുത്തിരിക്കുന്ന ആൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുക. ഹായ് ഫ്രണ്ട്. ഹലോ ഫ്രണ്ട്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ്. ഒറ്റയാടി ഗോഡ് ബ്ലെസ് യു എന്ന് എന്നെ വഴിയായിരുന്നു. നമുക്കിഷ്ടം ഗോഡ് ബ്ലെസ് യു. കാരണം എന്താ പറയുക, അടുത്തിരിക്കുന്ന നമ്മൾ കൊടുക്കാൻ പറ്റിയ നല്ല ചാൻസ്. തുടങ്ങിയേക്കാം, പാട്ടിലേക്ക് വരാം. റെഡി? ആർ യു റെഡി ബോയ്സ്? Are you ready, girls? പോലെ ശബ്ദമില്ല. നോക്കിക്കോട്ടെ, ഒരു പ്രാവശ്യം നിങ്ങളോട് ചോദിക്കാൻ പോകണം. ആർ യു റെഡി ബോയ്സ്? Yes, I am ready. Yes, I am ready. തുടങ്ങിയേക്കാം. जैसा है क्या करेंगे हम, छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम, प्यार करेंगे हम, प्यार करेंगे हम, सबको अपने जैसा है प्यार करेंगे हम, छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम, छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम. मम्मी की बातों को मानेंगे हम, डैडी की बातों को मानेंगे हम, मम्मी की बातों को मानेंगे हम, डैडी की बातों को मानेंगे हम, सच्चाई पर हम चलते रहेंगे, सबको आदर मान सम्मान करेंगे हम, सच्चाई पर हम चलते रहेंगे, सबको आदर मान सम्मान करेंगे हम, छोटी 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 बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम, छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम, प्यार करेंगे हम, प्यार करेंगे हम, सबको अपने जैसा है प्यार करेंगे हम, छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम, छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम. പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇതിനകത്ത് ഈ പാട്ടിന്റെ അർത്ഥത്തിൽ 5 കാര്യങ്ങളാണ് നമ്മളോട് ഓർപ്പിക്കുന്നത്. ചോട്ടി ചോട്ടി ബാത്തോമേ
നാലടയെങ്കിൽ എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. രണ്ടാമത്തെ ലൈനിൽ പറയുന്നു നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം എന്ന് പറയുന്നു. മൂന്നാമത്തെ ലൈൻ നമ്മളോട് പറയാണ് മമ്മിയെയും പപ്പായെയും എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. നാലാമത് പറയുന്നു നമ്മൾ സത്യത്തിന്റെ വഴിയിൽ നടക്കണം. അഞ്ചാമതൊരു കാര്യം നമ്മളെ ഓർപ്പിക്കുകയാണ്, നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരെയും, നമ്മുടെ ഗുരുക്കന്മാരെ, നമ്മുടെ പിതാക്കന്മാരെ, നമ്മൾക്ക് അറിവ് പകർന്നിരുന്ന എല്ലാവരെയും, നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന എല്ലാവരെയും എന്തോ ചെയ്യണം? മാനിക്കണം, അവരെ അംഗീകരിക്കണം, അവരെ ബഹുമാനിക്കണമെന്ന 5 കാര്യങ്ങളാണ്. ഒന്നാമത് പറയുന്നു അന്യോന്യം വഴക്കൂടരുത്. 2 എല്ലാവരെയും സ്നേഹിക്കണം. 3 എന്താണ്? അപ്പായും അമ്മായും ബഹുമാനിക്കണം, അവർ പറയുന്നത് കേൾക്കണം, അവരെ അനുസരിക്കണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? നാലാമത്തെ കാര്യം സത്യത്തിന്റെ വഴിയിൽ നടക്കണം. 5 എല്ലാവരെയും അംഗീകരിക്കണം, എല്ലാവരെയും ബഹുമാനിക്കാനായിട്ട് സാധിക്കും. നല്ല അർത്ഥമുള്ളതായ ഒരു കൊച്ചുപാട്ടാണ്. ഞങ്ങളൊന്ന് ഒരു പ്രാവശ്യം കൂടെ പാടുന്നോണ്ട് ഞങ്ങളോട് ഒന്നിച്ച് ചേർന്ന് പാടല്ലേ? ചോട്ടി ചോട്ടി ബാത്തോ കണ്ടില്ലേ ചേട്ടനും തമ്മിലുള്ള നല്ല അടി ഇല്ലേ? വീട്ടിലില്ലേ? അതുപോലെ അടി ഉണ്ടാക്കരുതെന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒന്നിച്ച് പാടാം. प्यार करेंगे हम, छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम, प्यार करेंगे हम, प्यार करेंगे हम, सबको अपने जैसा है प्यार करेंगे हम। छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम, छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम। मम्मी की बातों को मानेंगे हम, डैडी की बातों को मानेंगे हम, मम्मी की बातों को मानेंगे हम, डैडी की बातों को मानेंगे हम, सच्चाई पर हम चलते रहेंगे, सबको आदर मान सम्मान करेंगे हम, सच्चाई पर हम चलते रहेंगे, सबको आदर मान सम्मान करेंगे हम। छोटी छोटी बातों में ना लड़ेंगे हम, सबको अपनी जैसा है प्यार करेंगे हम, छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम, प्यार करेंगे हम, प्यार करेंगे हम, सबको अपने जैसा है प्यार करेंगे हम, प्यार करेंगे बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम, छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम। വെരി ഗുഡ്. നിങ്ങൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ ഇതിന്റെ ആക്ഷൻ പഠിക്കാനായിട്ട് പോവാണ്. നിങ്ങൾ പാടും, ഞങ്ങൾ ആക്ഷൻ കാണിക്കും. റെഡി ആണല്ലോ? പുറകെ പാടണം. പുറകിരിക്കുന്ന ചില കൂട്ടുകാരൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇനിയും പാടുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദമൊക്കെ പുറത്തേക്ക് വരണം. നന്നായിട്ട് ഉറക്കെ പാടണം. കുഞ്ഞുങ്ങൾ മാത്രമേ പാടുന്നുള്ളൂ. ഈ സൈഡിൽ ഇരിക്കുന്ന കസാര ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊന്നും പാടുന്നേ ഇല്ല. അവർക്കൊന്നും പാട്ട് അറിയത്തില്ലേ? വായില്ലേ? ഈ കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് പാടിക്കേ കേട്ടോ. ആരും റെഡി? കുഞ്ഞുങ്ങളെ റെഡി പറ. റെഡിയല്ലേ? ആ റെഡി. छोटी छोटी बातों में ना लड़ेंगे हम, छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम, छोटी छोटी बातों में ना लड़ेंगे हम,
सबको अपने जैसा है प्यार करेंगे हम, प्यार करेंगे हम, प्यार करेंगे हम, सबको प्यार करेंगे हम, प्यार करेंगे हम, सबको अपने जैसा है प्यार करेंगे हम. ഒരു പ്രാവശ്യമേ ചോട്ടി ചോട്ടി ഒന്നുകൂടെ കാണിക്കാമോ? ബോയ്സ് ആൻഡ് ഗേൾസ് റെഡി? തുടങ്ങിയേക്കാം. छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम. छोटी 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 बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम, प्यार करेंगे हम, प्यार करेंगे हम, सबको अपने जैसा है प्यार करेंगे हम. സ്റ്റാൻസ എങ്ങനെയാണ് തുടങ്ങാൻ പോകുന്നത്? मम्मी की बातों को मानेंगे हम, डैडी की बातों को मानेंगे हम. ഡാഡി എന്താണ് കാണിച്ചത്? ഡാഡി मम्मी की बातों को मानेंगे हम, ഡാഡി ഡാഡി डैडी की बातों को मानेंगे हम, सच्चाई पर हम चलते रहेंगे, सबको मान सम्मान करेंगे हम. സച്ചായി सच्चाई पर हम चलते रहेंगे, सबको आदर मान सम्मान करेंगे हम. തുടങ്ങിയേക്കാം. ഓക്കെ ചോട്ടി ചോട്ടി എന്ന് പറഞ്ഞപ്പോൾ ഇതെന്താ കാണിച്ചത്? നിങ്ങൾക്ക് പറയാമോ? കാരന്റെ ക്യാമറയാണോ? അല്ല, ചെറിയ ചെറിയ അല്ലേ? വഴക്ക് ഇങ്ങനെ അടിച്ചോ? വഴക്ക് തുടങ്ങിയേക്കാം. ക്ലാപ്പ് ചെയ്തേ. छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम. छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम, प्यार करेंगे हम, प्यार करेंगे हम, सबको अपने जैसा है प्यार करेंगे हम. छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम. छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम. ക്ലാപ്പ് ചെയ്തോ. मम्मी की बातों को मानेंगे हम, डैडी की बातों को मानेंगे हम. मम्मी की बातों को मानेंगे हम, डैडी की बातों को मानेंगे हम. सच्चाई पर हम चलते रहेंगे, सबको आदर मान सम्मान करेंगे हम. सच्चाई पर हम चलते रहेंगे, सबको आदर मान सम्मान करेंगे हम. छोटी छोटी बातों को ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम. छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम, प्यार करेंगे हम, प्यार करेंगे हम, सबको अपने जैसा है प्यार करेंगे हम. छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम. छोटी छोटी बातों में ना लड़ेंगे हम, सबको अपने जैसा है प्यार करेंगे हम. ഓക്കെ, നിങ്ങൾ എഴുതുന്നു പെട്ടെന്ന്. ഇനിയുള്ള ഒരു 15 മിനിറ്റ്സ് 15 മിനിറ്റ് നേരം നിങ്ങൾ ഒരു സ്കിറ്റ് കാണാൻ പോകുന്നത്. ഈ സ്കിറ്റിൻ്റെ അകത്ത് അഭിനയിക്കുന്ന ആരും തന്നെ ഡയലോഗ്സ് പറയുന്നില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ അവിടെ നിന്ന് ഡയലോഗ് പറയണം എന്നാണോ? അല്ലേ? ഇവിടെ ഡയലോഗ് ഞങ്ങൾ പറയുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു നറേഷനുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമേ
നിങ്ങൾക്ക് ഈ സ്കിറ്റ് മാത്രം മനസ്സിലാവുള്ളൂ. അവിടെ ലാസ്റ്റ് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് ചോദ്യം ചോദിക്കും. എന്താണ് ചോദ്യം ചോദിക്കും? ചാടി എണീറ്റ് വടി പോലെ നിൽക്കുക ആണോ? ആൻസർ ചെയ്യണം. തുടങ്ങിയേക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഞങ്ങളുടെ ഈ സ്കിറ്റ് ആരംഭിക്കാൻ. ഇനി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മനോഹരമായ ഒരു നാടകം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ നാടകം കാണണം എന്നുള്ളത് ഓർപ്പിക്കുന്നു. I don't know how long ago, വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഒരു പൂന്തോട്ടക്കാരൻ ജീവിച്ചിരുന്നു. ഒരു ദിവസം ആ പൂന്തോട്ടക്കാരൻ അദ്ദേഹത്തിന്റെ തോട്ടം സന്ദർശിച്ചു. തരിച്ചു കിടന്ന ഭൂമിയിൽ കൃഷി ഇറക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ചപ്പുചവറുകളെല്ലാം പെറുക്കിക്കളയുകയാണ്. കൃഷി ഇറക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിലം ഒരുക്കുന്നു. നിലമൊരുക്കാതെ വിളവിറക്കുവാൻ കഴിയുകയില്ല. കിളച്ച് ആ മണ്ണ് മുഴുവനും ഒരുക്കിയെടുക്കുകയാണ്. ബൈബിളിൽ ഇപ്രകാരം പറയുന്നു: കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊല്ലും. പ്രാർത്ഥനയോടെ അദ്ദേഹം കിളച്ചൊരുക്കിയ മണ്ണിൽ വിത്തിറക്കുവാൻ തുടങ്ങുന്നു. തുല്യമായ അകലത്തിൽ കൃത്യതയോടുകൂടി അദ്ദേഹം വിത്തുകൾ നടുകയാണ്. ഒരു പൊണ്ണൻ വിത്തിനെയാണ് അദ്ദേഹം ആദ്യമേ തന്നെ നട്ടത്. അതിലും പൊണ്ണകത്തിന് മറ്റൊരെണ്ണം അദ്ദേഹം നൽകുകയാണ്. ആ കൃഷിക്കാരന് നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു. എങ്ങനെ കൃഷി ഇറക്കണം, എങ്ങനെ നടണം, എങ്ങനെ വിതയ്ക്കണം എന്നുള്ളതെല്ലാം അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. രണ്ട് പൊണ്ണൻ വിത്തുകൾ നട്ടാൽ തൊട്ടടുത്ത് നീളമുള്ള ഒരു വിത്ത് നടുക എന്നുള്ളത് സ്വാഭാവികമാണ്. നീളമുള്ള ഒരു വിത്തിനെ നടുകയാണ്. ബുദ്ധിമാനായ അദ്ദേഹം ഒന്ന് മാറി ചിന്തിച്ചു. മറ്റിനത്തിലുള്ള വേറൊരു വിത്തിനെ അദ്ദേഹം നടുവാൻ തീരുമാനിക്കുകയാണ്. ഒരു ചൈനീസ് ലുക്കുള്ള വിത്ത് തന്നെ അദ്ദേഹം നടുകയാണ്. വിത്ത് വിതച്ചാൽ മാത്രം പോരാ, അത് വളരുന്നതിന് ആവശ്യമായ വളവും വെള്ളവും നൽകണം. ബുദ്ധിമാനായ കർഷകൻ വിത്തുകൾക്ക് ആവശ്യമായ വളവും വെള്ളവും നൽകുന്നു. വളവും വെള്ളവും ലഭിക്കാതെ വളരുവാൻ കഴിയില്ല. അപ്പല്ലോസ് നട്ടു, പൗലോസ് നനച്ചു, വളരുമാറാക്കിയത് ദൈവമാണ്. അനുകൂലമായ സാഹചര്യത്തിൽ വളവും വെള്ളവും ലഭിച്ചപ്പോൾ ആ വിത്തുകൾ പൊട്ടിക്കിളർന്നു. പൊട്ടിക്കിളർത്ത വിത്തുകൾ വളരുവാൻ ആരംഭിച്ചു. അത് വളർന്നു വരികയാണ്. ചെടി തൈകളായി മാറി വളർന്ന് വൻമരങ്ങളായി മാറുകയാണ്. ഇളം തെന്നലിന്റെ തലോടലിൽ
നട്ടുല്ലസിച്ചവർ നിൽക്കുകയാണ്. വില്യം വേഴ്സ്വർത്ത് പറയുന്നത് പോലെ they are fluttering and dancing in the breeze. ബുദ്ധിമാനായ കർഷകൻ തോട്ടത്തിലെത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു. തന്റെ കഷ്ടപ്പാടിനെ മാനിച്ച ദൈവത്തിന് സ്തുതിച്ചു. കർഷകൻ അറിയാമായിരുന്നു ഫലം കായ്ക്കണമെങ്കിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന ശാഖകൾ മുറിച്ചു